വേദിയുടെയും വിക്രത്തിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രി സമയം ശ്രീകാന്തിൻ്റെ ആളുകൾ വരുണിനെ കൊല്ലാൻ തീരുമാനിച്ച് വേഷം മാറി വരികയാണ്. കാണാൻ വിക്രത്തെ പോലെ തോന്നിക്കും വിധമാണ് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുണിനെ കുത്തേൽപ്പിച്ച് അവർ കടന്നു കളയുന്നു. വരുണിനെ അവരുടെ പാർട്ടി പ്രവർത്തകർ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വളരെ ഗുരുതരാവസ്ഥയിലായിരിക്കും വരുണിൻ്റെ കാര്യം. അതേസമയം ആ ഒരു ന്യൂസ് സ്പ്രെഡാവുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തത് വിക്രമാണ് എന്ന ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡാവുന്നു. ശ്രീകാന്തിൻ്റെ ആളുകൾ വിക്രത്തിനും കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. വിക്രത്തിൻ്റെ കാലിനായിരിക്കും പരിക്കേൽക്കുന്നത്. പക്ഷേ വരുണിൻ്റെ കുത്തേറ്റ സംഭവം വിക്രത്തിൻ്റെ തലയിൽ ആയതുകൊണ്ട് വിക്രത്തിന് കുത്തേറ്റിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാകും. അങ്ങനെ വിക്രം ആകെ അവശനായി മാറുന്നു. വിക്രത്തിൻ്റെ ഫ്രണ്ട്സിന് എന്തു ചെയ്യണം എന്നറിയാതെ ആകെ ടെൻഷനായി അവർ വിളിക്കുന്നത് വേദയാണ്. വേദ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു കാണും. അങ്ങനെ വേദ അവരോട് വിക്രത്തെ ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ പറഞ്ഞത് പ്രകാരം വിക്രത്തെ അവിടെ എത്തിക്കുന്നു. ശേഷം വേദയുടെ വീട്ടിലേക്ക് വിക്രത്തെ കൊണ്ടുപോകുന്നു. വേദയുടെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് വീഡിയോ കോൾ വഴി വിക്രത്തെ രക്ഷിക്കുന്നു. കാര്യങ്ങളെല്ലാം ചോദിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമായിരിക്കും അതിനനുസരിച്ച് വേദ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ തന്നെ വേദ തന്നെയാകും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ വിക്രത്തെ ഓക്കെ ആക്കുന്നു. വിക്രത്തെ ഉറങ്ങാൻ അനുവദിക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറയുന്നു. പേഷ്യൻ്റ് ശരിക്കും ഉറങ്ങുകയാണോ അതോ അബോധാവസ്ഥയിലേക്കാണോ പോയത് എന്നറിയാൻ സാധിക്കില്ല. കാരണം ആശുപത്രിയിലെ പോലെ യാതൊരു മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ വേദയുടെ ഫ്രണ്ട് പറയുമ്പോൾ വേദ പറയുകയാണ്, ഓക്കെ, ഞാൻ വിക്രത്തെ ഉറങ്ങാതെ നോക്കിക്കോളാം, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. ഡോക്ടറാണെങ്കിലും പറയുകയാണ്, ശരി, കഴിക്കേണ്ട ഫുഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സപ്പിൽ അയച്ചേക്കാം, കൊടുക്കേണ്ട മരുന്നും എന്നൊക്കെ പറഞ്ഞ് അവർ ഓക്കെ പറഞ്ഞ് വെക്കുന്നു. ഓക്കെ. അങ്ങനെ കോൾ വെച്ച ശേഷം വേദ വിക്രത്തെ വീണ്ടും കെയർ ചെയ്യുകയാണ്. വിക്രം അറിയാതെ മയക്കത്തിലേക്ക് പോകുമ്പോൾ വിക്രം ഉറങ്ങല്ലേ, ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് വിക്രത്തെ ഉണർത്തുകയാണ്. ഈ സമയം വിക്രം പറയുകയാണ്, വേദ എനിക്ക് പറ്റുന്നില്ല, വേദന സഹിക്കുന്നില്ല, എല്ലാം ശരിയാകും വിക്രം, ഞാനല്ലേ കൂടെയുള്ളത്, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. വിക്രം ഇന്നൊരു രാത്രി ഉറങ്ങാതെ ഇരിക്കണം. അത്രയ്ക്കും ബ്ലീഡിങ് ആയിരുന്നു വിക്രത്തിന്. ബ്ലഡ് പോയതിന് കണക്കില്ല, അത്രയ്ക്കും ബ്ലഡ് ലോസ് സംഭവിച്ചു. ഇനി അതെല്ലാം ഒന്ന് ഓക്കെ ആവണം. അതുപോലെ മുറിവിന് നല്ല ആഴം ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ബ്ലഡ് ശരിക്കും ഈ ബോഡിക്ക് ഇപ്പോൾ കയറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആശുപത്രിയിലേക്കും പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ ഇത് എൻ്റെ മുന്നിലുള്ള മാർഗം. അപ്പോൾ വിക്രം ഇനി ഉറങ്ങിപ്പോകരുത് പ്ലീസ്. മുറിവിന് നല്ല ആഴം ഉണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം കൂടിയാണ് ഈ ക്ഷീണം. നാളെ ആകുമ്പോഴേക്കും എല്ലാം ഓക്കെ ആകും വിക്രം, നോക്കിക്കോ. വേദ ഇത്രയും പറഞ്ഞ ശേഷം വിക്രത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. വളരെ ബുദ്ധിമുട്ടിയായിരിക്കും വിക്രം അത് കുടിക്കുന്നത്. ശേഷം വിക്രം മയങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വേദ വിക്രത്തിൻ്റെ മുഖത്ത് വെള്ളം കൊണ്ട് തുടച്ച് തോർത്തുകൊണ്ടൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. അയ്യോ ഉറങ്ങല്ലേ വിക്രം, ഞാനല്ലേ പറയുന്നേ. ഇങ്ങനെ പറയുമ്പോൾ വിക്രം വേദയെ നോക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ വേദ വിക്രത്തെ നോക്കുന്നു. അതുപോലെ വേദ ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം ഇങ്ങനെ വിക്രം വേദയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ വേദയത്തിനെ നോക്കുന്നു. അതേപോലെ തന്നെ തിരിച്ചു വേദയുടെ കണ്ണുകളിലേക്ക് കണ്ണെടുക്കാതെ നോക്കുമ്പോൾ വിക്രത്തിൻ്റെ മയക്കം കുറയുകയാണ്. അങ്ങനെ ഒരുപാട് സമയം വേദയും വിക്രമും പരസ്പരം കണ്ണെടുക്കാതെ നോക്കുന്നു. പരസ്പരം കണ്ണുകളിലൂടെ അവരുടെ പ്രണയം പങ്കിടുന്ന നിമിഷമായിരുന്നു അത്. അതിനുശേഷം കാണിക്കുന്നത് നേരം വെളുക്കുന്നതാണ്. വിക്രത്തിന് വാഷ്റൂമിൽ പോകാനുമെല്ലാം വേദ തോളിൽ വിക്രത്തെ ഏറ്റിയാകും കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വേദ വിക്രത്തെ തോളിൽ ഏറ്റി കൊണ്ടുപോകുമ്പോഴും അവർ പരസ്പരം കണ്ണിൽ നോക്കുന്നു. അങ്ങനെ വാഷ്റൂമിൽ നിന്നും തിരിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നു. ശേഷം വേദ വിക്രത്തിന് കുടിക്കാനായിട്ട് ജ്യൂസ് വന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വിക്രം വേണ്ട എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് വിക്രത്തിനെ കൊണ്ട് കുടിപ്പിക്കുകയാണ് ആ ജ്യൂസ്. അതിനുശേഷം മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ വിക്രമാണെങ്കിൽ വേദ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിക്കുന്നത് വേദ അയച്ച ഡിവോഴ്സ് നോട്ടീസ് ആകും. എന്നോട് ഇത്രയൊക്കെ കരുതലും സ്നേഹവും ഉണ്ടായിട്ട്
എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്തേ, എന്തിനാ ഡിവോഴ്സ് നോട്ടീസ് അയച്ചേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ ആലോചിക്കുകയാണ് വിക്രം. ഈ സമയം വേദ ചോദിക്കും, എന്തു പറ്റി, എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, നീ അയച്ച ഡിവോഴ്സ് നോട്ടീസിനെ പറ്റി ആലോചിച്ചതാ. എന്നോട് അത്രയും വെറുപ്പുണ്ടായിട്ട് ഇപ്പോൾ നീ എന്തിനാ എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചത്? ഞാൻ തീർന്നാ നിനക്ക് പിന്നെ സന്തോഷമായിട്ട് ജീവിക്കായിരുന്നല്ലോ, എൻ്റെ ശല്യം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ വേദ വിക്രത്തെ നോക്കി പറയുകയാണ്, ഒരു വർഷം കൊണ്ട് വിക്രം എന്നെ മനസ്സിലാക്കിയത് ഇതാണോ? അല്ല, എന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഒരു വർഷം കൂടി ഉണ്ടായിട്ടും നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാത്തതിനപ്പുറം വിക്രത്തിൻ്റെ അച്ഛന് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അച്ഛൻ ഞാൻ കൊടുത്ത സൂചന പോലും മനസ്സിലാക്കി എടുത്തിരുന്നു. നീ അന്ന് എന്തായിരുന്നു പറഞ്ഞത്? അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് നമ്മൾ ദുഃഖിക്കേണ്ടി വന്നേനെ, ഒരുപാട് പേര് ഇതോർത്ത് കരയേണ്ടി വന്നേനെ. ആ കാര്യം ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കുന്നൊക്കെയുണ്ട്. വേദ ഓർക്കുന്നതാകും കാണിക്കുന്നത്. ശേഷം ഈ കാര്യം വിക്രം അറിയുമ്പോൾ വിക്രം വേദയോട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ അതിനർത്ഥം നീ ആരുടെയോ ഭീഷണിക്ക് പുറത്താണ് ഇതെല്ലാം ചെയ്തത് എന്നാണോ? അതെ അതെ വിക്രം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ തോളിൽ കിടന്ന് കരയുകയാണ് വേദ. എന്നിട്ട് നടന്നതെല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന വിക്രത്തിൻ്റെ കണ്ണുകളും നിറയുന്നു. വേദേ, കരയല്ലേ, സോറി, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. വിക്രത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല വിക്രം. ഞാൻ അത്രയ്ക്ക് മോശമായല്ലേ വിക്രത്തോട് പെരുമാറിയത്. എനിക്കന്ന് അങ്ങനെ പെരുമാറുകയല്ലാതെ മറ്റൊരു മാർഗം ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് ദിവസത്തേക്ക് വിക്രത്തെ അകറ്റി നിർത്തി നമ്മളെ തമ്മിൽ അകറ്റാൻ കാരണക്കാരനായ എൻ്റെ ആങ്ങളെന്ന് പറയുന്ന അയാളെ തെളിവ് സഹിതം എല്ലാവരുടെയും മുൻപിൽ കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആ ഒരു ലക്ഷ്യം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു അയാളെ. ഇനി എനിക്ക് ഇങ്ങനൊരു ക്രൂരനായ ആങ്ങളെ ഇല്ല. അയാൾക്കെതിരെ തെളിവുകൾ ലഭിക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ ഓരോ ദിനവും ഞാൻ കാത്തിരുന്നത്. പക്ഷേ അത് ഞാൻ വൈകാതെ തന്നെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ ആ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള നാടകം ഇങ്ങനെ തന്നെ തുടരട്ടെ. ഈ സമയം വിക്രം പറയാണ്, എൻ്റെ ഈ കാലൊന്ന് ശരിയാകട്ടെ. ഞാൻ ഒറ്റയ്ക്ക് മതി അവനെ നേരിടാൻ. എൻ്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്യാൻ മാത്രമുള്ള അവൻ്റെ ധൈര്യം ഉണ്ടല്ലോ. ഇതാ ഞാൻ വിക്രത്തോട് പോലും ഇത്രയും നാൾ പറയാതിരുന്നേ. നീ പിന്നെ എന്താ പറയുന്നേ? ഇത്രയൊക്കെ ഞാൻ അറിഞ്ഞിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാനാണോ? അങ്ങനെയല്ല വിക്രം. അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി വിക്രം വീണ്ടും ജയിലിലായാൽ അച്ഛനും അമ്മയ്ക്കും പിന്നെ എനിക്കും അത് സഹിക്കില്ല. വിക്രത്തെ ഇനി അങ്ങനെ കാണാൻ അച്ഛന് ഒട്ടും സാധിക്കില്ല. അച്ഛനെ ഇനിയും വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് വിക്രം ഇപ്പോൾ ശാന്തനായിരിക്കണം. ഇപ്പോൾ തന്നെ വരുണിൻ്റെ കാര്യം അറിഞ്ഞില്ലേ? അതിന് തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെട്ടത് വിക്രത്തെയാണ്. അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ അച്ഛനും അമ്മയും വിക്രത്തെ കാണാതെ സങ്കടപ്പെടുന്നുണ്ടാകും. ഈ സമയം വിക്രം പറയാണ്, നിൻ്റെ ഫോണിൽ നിന്നും അവരെ നമുക്ക് വിളിച്ചാലോ? വേണ്ട, ഇപ്പോൾ വിളിച്ചാൽ ശരിയാകില്ല വിക്രം. പോലീസുകാർ ഇപ്പോൾ എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ പോലീസുകാർ വീട്ടിലേക്ക് ചെന്ന് അവരുടെ എല്ലാവരുടെയും ചിലപ്പോൾ ഫോൺ തന്നെ പരിശോധിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ കോള് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സംശയമായിട്ട് വീണ്ടും പ്രശ്നത്തിലേക്ക് ആയാലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ മൗനം പാലിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. ഇനി അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കേണ്ട. വിക്രം റെസ്റ്റ് എടുത്തോളൂ, ഞാൻ കഴിക്കാം, ഭക്ഷണം എടുത്തോണ്ട് വരാം. അങ്ങനെ കഞ്ഞി എടുത്തോണ്ട് വന്ന് വിക്രത്തിന് വാരി കൊടുക്കുകയാണ് വേദ. വിക്രം ചെറു പുഞ്ചിരിയോടെയും സമാധാനത്തോടെയും കഞ്ഞി കുടിക്കുന്നു. ആ സമയം ചോദിക്കുകയാണ്, നീ കഴിച്ചോ വേദേ? ഞാൻ കഴിച്ചോളാം, ആദ്യം രോഗി കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച് കഞ്ഞി വാരി കൊടുക്കുന്നു. കഞ്ഞി കൊടുത്തു കഴിഞ്ഞ ശേഷം വേദ ദേഹമെല്ലാം ചൂടുവെള്ളത്തിൽ മുക്കി തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത ശേഷം ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട്? വേദന കുറച്ച് കുറവുണ്ടോ? ആ, ഇന്നലത്തേക്കാളും ഒരുപാട് മാറ്റമുണ്ട്. അതെങ്ങനെ ഇല്ലാതിരിക്കും? എൻ്റെ ഭാര്യയായ വേദയല്ലേ എൻ്റെ കൂടെയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കും. അങ്ങനെ വിക്രവും വേദയും കുറച്ച് സംസാരിച്ചിരിക്കുന്നതും കാണിക്കുന്നു. വിക്രം വേദയുടെ തോളിൽ കിടന്ന് അറിയാതെ മയങ്ങി പോകുന്നു. വേദ വിക്രത്തെ സ്നേഹത്തോടെ തലോടി കൊടുക്കുന്നു.
അങ്ങനെ അത്രയും നാളത്തെ വിരഹവും സങ്കടവും വേർപാടും എല്ലാം മറന്ന് അവർ പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞ നിമിഷമായിരുന്നു അത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. സാഹചര്യം കുറച്ച് മോശമാണെങ്കിൽ പോലും അവർക്ക് കിട്ടിയ അവസരം അവർ നല്ല രീതിയിൽ സ്നേഹത്തോടെയും അവർക്ക് പറയാനുള്ളതെല്ലാം പറയുന്നു. അങ്ങനെ അവരത് ശരിക്കും നല്ലൊരു മുഹൂർത്തമാക്കി മാറ്റുകയായിരുന്നു അത്.